CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് നാളെ മൂന്നാറിൽ തുടക്കമാകും. ഏറ്റവും കൂടുതൽ കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളെന്ന റെക്കോർഡുമായാണ് MM മണി ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിയുന്നത്. വിവാദമായ മണക്കാട് പ്രസംഗം മണിയെ സംസ്ഥാന നേതാവാക്കി മാറ്റി. ഒടുവിൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടുമുൻപ് സുപ്രീം കോടതി MM മണിയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അടിസ്ഥാന വർഗത്തിൽ നിന്നും നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നേതാവ്, സ്വതസിദ്ധമായ ശൈലിയിലൂടെ എന്തും വെട്ടിത്തുറന്നു പറയുന്ന സാധാരണക്കാരൻ. ഈ പ്രത്യേകതകളാണ് മുണ്ടക്കൽ മാധവൻ മണി എന്ന MM മണിയെ ഇടുക്കിക്കാരുടെ പ്രിയ മണിയാശാനാക്കിയത്. ചെറുപ്രായത്തിൽ തന്നെ കർഷക തൊഴിലാളിയായി, പിന്നീട് കർഷക നേതാവായി, 21-ാം വയസ്സിൽ പാർട്ടി അംഗമായി, 1985-ൽ 40-ാം വയസ്സിൽ ജില്ലാ സെക്രട്ടറിയായി. ഇതിനിടയിൽ ഉടുമ്പൻചോലയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അലക്കിത്തേച്ച രാഷ്ട്രീയ ഭാഷ മണിയാശാന് എന്നും അന്യമായിരുന്നു. 2012 മെയ് 25-ലാണ് CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ വിവാദമായ മണക്കാട് പ്രസംഗം മൂലം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിൽക്കേണ്ടി വരികയും ജയിലിലാവുകയും ചെയ്തു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു എന്ന ചോദ്യത്തോട് പ്രതികരണം ഇങ്ങനെ: ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിലെല്ലാം എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ യാതൊരുവിധ ദുഃഖത്തിൻ്റെ പ്രശ്നമില്ല. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും അതിൻ്റെ 10 ഇരട്ടി സ്പീഡിൽ ഇനിയും ഞാൻ ഇവിടെ ഈ ജില്ലയിൽ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇടുക്കിയിൽ കോൺഗ്രസിന് ഒരു MLA-യോ MP-യോ ഇല്ലാത്തവണ്ണം CPIM-നെ ശക്തമാക്കി ഇക്കാലയളവിൽ മണിയാശാൻ. ഒടുവിൽ സുപ്രീം കോടതി നൽകിയ ക്ലീൻ ചിറ്റിന്റെ ബലത്തിലാണ് മണിയാശാന്റെ വിടവാങ്ങൽ. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.